നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ISLുമായി ബന്ധപ്പെട്ട ഡ്രാമ തുടരുകയാണ്. 150 ദിവസം കൊണ്ട് 180 കളികൾ നടത്താമെന്നൊക്കെ IFFൻ്റെ പ്രസിഡന്റ് പറയുന്നുണ്ട്. ജനുവരി മുതൽ മെയ് വരെയുള്ള സമയത്തിനുള്ളിൽ നമുക്ക് കളിക്കാം എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇപ്പോഴും ഒന്നും ഒഫീഷ്യലും ഒന്നുമല്ല. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ താരങ്ങളൊക്കെ വല്ലാത്തൊരു സ്ഥിതിവിശേഷത്തിലാണ്. പല ക്ലബ്ബുകളും പ്രവർത്തനങ്ങൾ സസ്പെൻഡ് ചെയ്യുന്ന അവസ്ഥ. താരങ്ങളുടെ കോൺട്രാക്റ്റ് തന്നെ ചിലർ ടെർമിനേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഫോഴ്സ് മേജർ ക്ലോസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് പിൻവാങ്ങാൻ പറ്റും, കോൺട്രാക്റ്റിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ പോകുന്നു പ്ലെയേഴ്സും കോച്ചുമാരും ഒക്കെ എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇത് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്ലെയേഴ്സ് കോച്ചേഴ്സ് റാലി ആസ് ക്രൈസിസ് ത്രെട്ടൻസ് ടു ഡിറൈൽ ISL സീസൺ എന്ന് പറഞ്ഞുകൊണ്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നത് പ്ലെയേഴ്സ്, കോച്ചുമാർ, സപ്പോർട്ട് സ്റ്റാഫ്, ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സപ്പോർട്ട് സ്റ്റാഫ്, അതായത് ISL ക്ലബ്ബുകളുടെ സപ്പോർട്ട് സ്റ്റാഫുകൾ, ഇവരെല്ലാവരും സുപ്രീം കോടതിക്ക് മുമ്പാകെ തങ്ങളുടെ വേവലാതി അറിയിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം അവരുടെ കാര്യത്തിൽ, ഇപ്പം അവരുടെ വർക്കിൻ്റെ കാര്യത്തിലും മറ്റുമൊക്കെ ISLൻ്റെ കാര്യത്തിൽ അൺസർട്ടനിറ്റി നിലനിൽക്കുന്നു. ഇതുവരെ നോ വേർഡ് യെറ്റ് ഓൺ വെൻ ദി ടോപ്പ് ടയർ ലീഗ് വിൽ കിക്ക് ഓഫ്. അത് കൃത്യമായിട്ട് ഇതുവരെ ഫെഡറേഷൻ പറഞ്ഞിട്ടില്ല. എന്ന് ആരംഭിക്കും, അങ്ങനെ ഒരു സമയമൊക്കെ ഇങ്ങനെ പറയുന്നതല്ലാതെ എന്ന് കളി ആരംഭിക്കും എന്ന് കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷയം സുപ്രീം കോടതിയുടെ മുമ്പാകെ ബോധിപ്പിക്കാനാണ് ഇപ്പോൾ പ്ലെയേഴ്സും കോച്ചുമാരും അതുപോലെ ക്ലബ്ബുകളുടെ സ്റ്റാഫുമാരും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പം ISL ക്യാപ്റ്റന്മാർ, അതിൽ ഇന്ത്യൻ പ്ലെയേഴ്സായിട്ടുള്ള സുനിൽ ഛേത്രി, സന്ദേശ് ജിങ്കൻ തുടങ്ങിയവരൊക്കെ AFFൻ്റെ ഓൺലൈൻ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഇപ്പോൾ ഫെഡറേഷന് അവരുടേതായിട്ടുള്ള ഒരു ഭാഗം സുപ്രീം കോടതിക്ക് മുമ്പാകെ വെക്കാൻ പോവുകയാണ്. അപ്പോൾ പ്ലെയേഴ്സും കോച്ചസും അവരുടെ വോയിസ് കൂടി കേൾക്കപ്പെടണം എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. കോടതിക്ക് മുമ്പാകെ അവരുടെ വോയിസ് കൂടി അറിയിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ ഒരു പ്ലെയർ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഇങ്ങനെയാണ്: ഇപ്പം ലീഗ് നടക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ കോൺട്രാക്റ്റ് സസ്പെൻഡ് ചെയ്യപ്പെടും. ഒരു ഇന്ത്യൻ താരം പറയുകയാണ്, ക്ലബ്ബുകൾ ഫോഴ്സ് മേജർ ക്ലോസ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. ഞങ്ങൾ കളിക്കാൻ റെഡിയാണ്, എല്ലാവരും പ്രൊഫഷണൽ കോൺട്രാക്റ്റ് ഉള്ളവരുമാണ്. എന്നിട്ടും ഞങ്ങൾക്ക് കളിക്കാൻ കഴിയാതെ കളി തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു ഗതികേടാണ് ഇപ്പോഴുള്ളത്. ചില പ്ലെയേഴ്സിന് ട്രെയിനിങ് പോലും ഈ സ്റ്റേജിൽ ഇല്ല എന്നതുകൂടി ശ്രദ്ധിക്കണം എന്നാണ് ഇപ്പോൾ ആ താരം പറയുന്നത്. അത് ഒരു വല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. സോ പ്ലെയേഴ്സും കോച്ചസും ഒരു ഡയറക്ഷൻ ഈ കാര്യത്തിൽ കൃത്യമായിട്ട് നൽകണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. അതായത് ഒരു കൊമേഴ്ഷ്യൽ പാർട്ട്ണറെ അറ്റ് ദി ഏർലിയസ്റ്റ് അപ്പോയിൻ്റ് ചെയ്യണം. എന്നിട്ട് ഒരു ഫെയർ ആയിരിക്കണം, പക്ഷേ ടൈം ബൗണ്ട് ആയിട്ടുള്ളൊരു പ്രോസസ്സ് നടക്കണം. എന്നിട്ട് ലീഗ് വിത്തൗട്ട് ഡിലേ ആരംഭിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഏതായാലും അവരുടെ വാദങ്ങൾ, അവരുടെ ആവലാതികൾ അല്ലെങ്കിൽ വേവലാതികൾ സുപ്രീം കോടതിക്ക് മുമ്പാകെ അറിയിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.